ഓം ശാന്തി. ജീവിതത്തിൽ ഏത് തീരുമാനം ഒരു മനുഷ്യൻ എടുക്കുന്നുണ്ടോ ആ തീരുമാനത്തിൻ്റെ ആധാരത്തിലാണ് ജീവിതം വിജയകരമാകുന്നതും തോൽക്കുന്നതും. ശരിയായ തീരുമാനമെടുത്തുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവർ വിജയത്തിൻ്റെ വഴികളിലൂടെ പോകുന്നതായിരിക്കും. അതേസമയം തന്നെ തൻ്റെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് കുറച്ചു കാലം കഴിയുമ്പോൾ പശ്ചാത്താപത്തിൻ്റെ അഗ്നിയിൽ ഉരുകിയിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയുന്നില്ല, തിരുത്തി യാത്ര ചെയ്യാനും സാധിക്കുന്നില്ല, അത്തരത്തിലൊരവസ്ഥയെ അനുഭവം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഡിപ്രഷനും നിരാശയുമില്ലാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒന്നാണ് ശരിയായ തീരുമാനം എടുക്കാനൊരു മനുഷ്യന് സാധിക്കുക എന്നുള്ളത്. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തന്നെയാണ് സമയാനുസാരം വേണ്ട തീരുമാനം എടുക്കാൻ കഴിയുക എന്നുള്ളത്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല. അവരൊരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ആധാരത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ജനിക്കുന്നു, മരിക്കുന്നു, അതറിയുക പോലും ചെയ്യാതെ പോകും. ഏത് മനുഷ്യന്മാരാണോ തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ നിർണയം എടുത്തുകൊണ്ട് പ്രവർത്തിച്ചു മുന്നേറുന്നത് അവർ മനുഷ്യനായി ജീവിച്ചു എന്ന് ലോകം മുഴുവൻ അറിയും. അതേസമയം യഥാർത്ഥ തീരുമാനം എടുക്കാതെ എല്ലാവരും ഒരാളായി ജീവിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചതും മരിച്ചതുപോലും ലോകം അറിയാതെ കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഡിസിഷൻസ് എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആണ്. സാധാരണ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളിൽ നിന്ന് പലപ്പോഴും മനസ്സ് പലതും ആഗ്രഹിക്കാൻ തുടങ്ങും. ഒരു കാര്യം അവരുടെ വീട്ടിൽ കാണുന്നു, അതെനിക്ക് വേണം തോന്നുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊരു രീതിയിൽ കാണുന്നു, അതെനിക്ക് സ്വന്തമാക്കണം തോന്നുന്നു. അങ്ങനെ മനസ്സ് കാണുന്നതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്വന്തമാക്കാനും അത് സ്വന്തമാക്കിയേ തീരൂ എന്നും അതിൻ്റെ ആവശ്യകതയും പറഞ്ഞുകൊണ്ട് നമ്മളെ പല രീതികളിലും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള പല രീതികളിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അതേസമയം മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കുകയും വേണ്ടിടത്ത് അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് വേണ്ട ദിശയിൽ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആന്തരിക വ്യക്തിത്വത്തിൻ്റെ രണ്ടാമത്തെ ഘടകമായിരിക്കുന്ന ബുദ്ധി എന്ന ശക്തിയാണ്. 3 വെറൈറ്റി ആളുകൾ സമൂഹത്തിലുണ്ട്. ചില ആളുകൾ അവർക്ക് എന്തു തോന്നുന്നോ, മനസ്സിന് എന്ത് ഇഷ്ടമുണ്ടോ ആ മനസ്സിൽ തോന്നുന്ന പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടർ അവർ മനസ്സിലുണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ ബുദ്ധി കൊണ്ട് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ സന്തോഷമാണെങ്കിൽ മറ്റു ചില ദുഃഖവും സുഖവും തോൽവിയും പരാജയവുമായിട്ട് എവിടെ നിന്ന് തുടങ്ങി എവിടേക്ക് എത്തുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ അലഞ്ഞൊരു ജീവിതം തീർക്കുന്നു. മനസ്സുകൊണ്ടുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് മേലെ ബുദ്ധി തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ബുദ്ധിയുടെ തീരുമാനം തെറ്റാവാറുണ്ട്, പലപ്പോഴും ശരിയുമാവാറുണ്ട്. തെറ്റാകുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കണം, ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബുദ്ധിയുടെ ശക്തി ഇനിയും പ്രോപ്പറായിട്ടുള്ള വികാസം നേടിയിട്ടില്ല എന്ന്. പ്രോപ്പറായിരിക്കുന്ന വികാസം നേടിയവരാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കും മുന്നേ അതിനെ വേണ്ടത്ര രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എത്ര തന്നെ കഠിനമായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവർക്ക് എത്ര ഈസി ആയിരിക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ജീവിതം കഠിനമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സമയാനുസാരം നമ്മുടെ ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റ് അഥവാ നമ്മുടെ ബുദ്ധിയെ എംപവർ ചെയ്യാൻ വേണ്ടതായിരിക്കുന്ന എന്തെങ്കിലും ഒരു രീതിയെ സ്വന്തമാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബുദ്ധിയെ പവർഫുൾ ആക്കാൻ ബുദ്ധിയുടെ കപ്പാസിറ്റിയാണ് വിഷ്വലൈസേഷൻ അഥവാ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ആ ഉൾക്കാഴ്ചയെ ഡെവലപ്പ് ചെയ്യാൻ ആദ്യം ആവശ്യം അതിന് പുറത്തെ ശബ്ദം കേൾക്കാതെ അകത്തെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയാണ്. അതിന് ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്തിരുന്നാൽ പോലും മറ്റെല്ലാ ശബ്ദവും കേൾക്കാതെ നമ്മുടെ അന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനും അതിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആഴത്തിൽ അനുഭവം ചെയ്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അവരാണ് സമൂഹത്തിൽ എപ്പോഴും ഹൈറ്റ്സിലെത്തുന്നതായിട്ടുള്ള ആളുകൾ. അതേസമയം നമുക്ക് നമ്മുടെ അന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന ശീലം ഇപ്പോഴില്ല എങ്കിൽ ഒരു 99% ആളുകളെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് സമയമെടുത്ത് എൻ്റെ ഉള്ളിലായിട്ടുള്ള ചിന്ത എന്താണ്, എൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കുന്ന ശബ്ദം എന്താണ്, എൻ്റെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, വേണ്ടതെന്താണ്, വേണ്ടാത്തത് എന്താണ്, അത് ശരിയായ വഴിയിൽ തന്നെയാണോ പോകുന്നത് അതോ അത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ യാത്ര ചെയ്യുകയാണോ, ഇങ്ങനെ അവനവനെ പരിശോധിക്കാനും അവനവനെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നത് അനിവാര്യമാണ്. അത് ആദ്യം കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വാല്യുബിൾ ആയിരിക്കുന്ന ഡെപ്പോസിറ്റുമാണ്. അങ്ങനെ ആരാണോ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, ആദ്യത്തിലൊക്കെ നമുക്ക് പുറത്തെ ലോകത്ത് ശബ്ദം കേൾക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇനി വീട്ടിലും നിങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ശബ്ദം ഇല്ല, കേൾക്കാതിരിക്കുന്ന ഒരു സ്ഥലം ഇല്ല എങ്കിൽ ബെറ്റർ ഐഡിയ ഏതെങ്കിലുമൊക്കെ ലൈറ്റ് മ്യൂസിക് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ പ്ലെയറിലോ പ്ലേ ചെയ്യിച്ചുകൊണ്ട് ഇയർബഡ്സ് വെച്ച് കേൾക്കുക. അപ്പോൾ 2 മ്യൂസിക്കിൻ്റെ ശബ്ദത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തെ ലോകം മറ്റ് ശബ്ദം കേൾക്കില്ല. പുറം ലോകത്തെ ശബ്ദം കേൾക്കാതിരിക്കുന്ന അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതേസമയം മറ്റുള്ള ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിനെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ശബ്ദങ്ങളെയൊക്കെ ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ മറ്റൊരു സൂത്തിങ് മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് എടുക്കണമെന്ന് മാത്രം. അതും സൗണ്ട് തന്നെയാണ്. കുറച്ചു കാലത്തെ പ്രാക്ടീസ് കൊണ്ട് എത്ര ബഹളത്തിലിരിക്കുമ്പോൾ പോലും ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ വീഴാത്ത രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ തുടക്കത്തിൽ ഈ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ പുറമെയുള്ളതായിരിക്കുന്ന ശബ്ദങ്ങൾ നിന്നൊക്കെ ഒരു ഫ്രീഡം നേടി, എന്നിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്വയം സങ്കല്പം എന്താണ്, എൻ്റെ ചിന്ത എന്താണ്, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏത് ടൈപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ശരി തന്നെയാണോ, സ്വയം നമ്മളോട് തന്നെ നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്തുകൊണ്ട് വിശകലനം ചെയ്യാനും പിന്നെ കുറച്ച് സമയം ആ മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി മെഡിറ്റേഷൻ പഠിക്കാനും. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള രാജയോഗ മെഡിറ്റേഷൻ അതിൻ്റെ ടെക്നിക്ക് തന്നെ വിഷ്വലൈസേഷനാണ്. അതുകൊണ്ട് രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്തതായിരിക്കുന്ന രാജയോഗ സെൻറ്ററിൽ പോകണം. അവിടെ പോയിട്ട് രാജയോഗ മെഡിറ്റേഷൻ്റെ ലെസൺ പഠിക്കണം. ഓൾമോസ്റ്റ് ഓൾ സെൻറ്റേഴ്സും ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തമായിക്കൊണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ജനുവരി മുതൽ ഓൾമോസ്റ്റ് ഓൾ സെൻറ്ററും ഓപ്പൺ ആക്കും തന്നെയാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസവും. അതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിലേക്ക് പോകണം. അവിടെ പോയിട്ട് രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുക. അതിലൂടെ വിഷ്വലൈസേഷൻ കണ്ട് മനസ്സിൽ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുകയും ബുദ്ധി അതിൻ്റെ റിയാലിറ്റീനെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തുകൊണ്ടുള്ള യാത്ര നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ പതുക്കെ ബുദ്ധിയുടെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരുന്ന അവസ്ഥ വരും. അതോടെ അതിൻ്റെ സ്ട്രെങ്ത് കൂടും, ശക്തി വർദ്ധിക്കാൻ തുടങ്ങും. ആ സമയത്ത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ ഈവൻ സാഹചര്യം മുഴുവൻ അതാണ് ചെയ്യേണ്ടതെന്ന് പറയുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് അന്തരാത്മാവിൻ്റെ ശബ്ദം അഥവാ നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കും, അതല്ല ശരി, ഇതാണ് എന്ന്. കുറച്ച് സമയം കഴിയുമ്പോൾ അതായിരുന്നു ശരിയെന്ന്, ആ സമയത്ത് ഞാൻ മറ്റുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പോലും ആവുന്ന രീതിയിൽ മാറ്റങ്ങൾ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരും. ശരിയായ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് ശരിയായ കർമ്മത്തിൻ്റെ പാതയിലൂടെ എപ്പോഴും എത്ര കഠിനമായ സാഹചര്യത്തിൽ പോലും സഹജമായി മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്കും മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ശക്തികളെ വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.